1957 കേരളം രൂപീകൃതമായതിനു ശേഷം ഇന്നുവരെ നടന്ന തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളെല്ലാം രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. ഭാരതീയ ജനസംഘം ആദ്യഘട്ടത്തിലും പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഒക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഒരു ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങളിൽ മാത്രമേ ഇതുവരെ സാധ്യമായിരുന്നു. അതിൽ നിന്ന് ഒരു പ്രകടമായിട്ടുള്ള വ്യത്യാസം, ആ പ്രകടമായിട്ടുള്ള വ്യത്യാസം അതുണ്ടായിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. സ്ഥാനാർത്ഥി നിർണയം തൊട്ട് തന്നെ ആ വ്യത്യാസം നമ്മളെല്ലാവരും അനുഭവിച്ചവരാണ്. കാരണം നമ്മൾ കണ്ടു, നാട്ടികയിൽ കഴിഞ്ഞ ടേമിൽ CPIയുടെ MLA ആയിരുന്ന ശ്രീ CC മുകുന്ദൻ ഈ തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഇതുപോലെയുള്ള നിരവധി മുൻ MLAമാർ, വൈക്കത്ത് അജിത്താണെങ്കിലും ഇടുക്കിയിൽ ശ്രീ രാജേന്ദ്രനാണെങ്കിലും അതുപോലെയുള്ള നിരവധി MLAമാർ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച വർക്കല സീറ്റ് CPMന്റെ ബ്ലോക്ക് പഞ്ചായത്ത് സിറ്റിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മറ്റു മുന്നണികൾ കൽപ്പിച്ചു നൽകിയിരുന്ന തൊട്ടുകൂടായ്മ, ആ തൊട്ടുകൂടായ്മ അവസാനിച്ച തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്നേക്കുമായിട്ട് BJPയുമായിട്ട് കൂട്ടുകൂടാൻ സാധിക്കില്ല, തയ്യാറല്ല, NDAയുടെ ഭാഗമാകാൻ തയ്യാറല്ല എന്നുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യം സമ്പൂർണ്ണമായിട്ട് അവസാനിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, 2016 ആദ്യമായിട്ട് BDJS ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് BDJSുമായിട്ട് ചേർന്നുകൊണ്ട് ദേശീയ ജനാധിപത്യം രൂപീകൃതമായപ്പോൾ 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് അനൗപചാരികമായിട്ട് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നത്. BDJSന്റെ രൂപീകരണം നടന്നത് ഔപചാരികമായിട്ട് അതിന് ശേഷമായി ഡിസംബർ മാസം. വീണ്ടും 2016 ഏപ്രിൽ മാസത്തിലാണ് ഔപചാരികമായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം നിലവിൽ വരികയും BDJSും BJPയും ഒരുമിച്ച് വന്നുകൊണ്ട് ആ സഖ്യത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ, കോൺഗ്രസിന്റെയും CPMന്റെയും മുന്നണികളിൽ പെടുന്നവർ, പല രാഷ്ട്രീയ നിരീക്ഷകർ, ഇവരൊക്കെ പറഞ്ഞത് BDJS എടുത്ത സ്റ്റെപ്പ്, BDJSന്റെ നടപടി, ആ നടപടി തെറ്റിപ്പോയോ എന്ന് കാലം വിലയിരുത്തും എന്നുള്ളതായി. പക്ഷെ ഇന്ന് 10 വർഷം കഴിയുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 3 ശക്തികളിൽ ഒന്നായിട്ട് മാറിയിരിക്കുന്നു. BDJS അതിന്റെ ഭാഗമായിട്ട് ഘടകകക്ഷിയായിട്ട് മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, നിരവധി പുതിയ അതിനുശേഷം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഘടകകക്ഷികൾ, നിരവധി ഘടകകക്ഷികൾ ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്ന നിരവധി ഘടകങ്ങളിൽ ഒരു ഘടകം, അതിന്റെ ഫലപ്രഖ്യാപനവും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദേശീയ ജനാധിപത്യ സഖ്യം കേരള രാഷ്ട്രീയത്തിലെ അവഗണിക്കാനാവാത്ത ശക്തിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇനി വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിൽപ്പെടാം. മാധ്യമപ്രവർത്തകർ ഇപ്പൊ തന്നെ ചോദിക്കുന്ന ചോദ്യം, പണ്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, അക്കൗണ്ട് തുറക്കുമോ? ഇതായിരുന്നു ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും. ഞാൻ 6 വർഷക്കാലം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഓരോ തവണയും തെരഞ്ഞെടുപ്പ് വരുമ്പോ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം, ഇത്തവണ നിങ്ങൾ അക്കൗണ്ട് തുറക്കുമോ? ഇപ്പോ ആ ചോദ്യമേ ചോദിക്കുന്നില്ല.
പകരം ഇപ്പൊ ചോദിക്കുന്നത് നിങ്ങളുടെ സംഖ്യ ഒറ്റയക്കമായിരിക്കുമോ അതോ ഇരട്ടയക്കമായിരിക്കുമോ? ഇതാണ് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം. അക്കൗണ്ട് തുറക്കൽ എന്നുള്ള ചോദ്യമേ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളം, ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഘടകം അത് ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും എന്ന് ഇന്ന് മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തി കഴിഞ്ഞു. അങ്ങനെ പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറി. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം മണ്ഡലം തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമാണ്. ആ ഹൃദയഭാഗത്തിന്റെ വികസനം, ആ വികസനത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അനുവദിച്ചിട്ടുള്ള സ്മാർട്ട് സിറ്റി പദ്ധതി, ആ സ്മാർട്ട് സിറ്റി പദ്ധതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള എന്തെങ്കിലും വികസന പ്രവർത്തനമുണ്ടെങ്കിൽ ആ വികസന പ്രവർത്തനത്തിന്റെ മുഴുവൻ അടിസ്ഥാനം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ തന്നെ, ആ പ്രദേശം മുഴുവൻ തന്നെ നവീകരിച്ചത് ഏതാണ്ട് 100 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ആ സർക്കാർ എടുത്ത തീരുമാനമാണ്. അങ്ങനെയുള്ള നിരവധി പ്രദേശങ്ങൾ, എങ്കിലും നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. തീരദേശ മേഖലയുടെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രദേശം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാ മഴക്കാലത്തും അനുഭവപ്പെടുന്ന വെള്ളക്കെട്ടിന്റെ പ്രശ്നമുണ്ട്. ആമയിഴഞ്ചാറ്റോട് വൃത്തിയാക്കാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്നു. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഇവിടുത്തെ MLAക്ക് മത്സരിക്കുന്നതിൽ പോലും അയോഗ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ MLA ആയിട്ട് ജയിച്ചാൽ അയാൾക്ക് മത്സരിക്കുന്നതിൽ നിന്ന് കോടതി അയോഗ്യത കൽപ്പിച്ചിരിക്കുകയാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന്, കോടതിയിൽ തെളിവ് ഹാജരാക്കുന്നതിൽ കൃത്രിമം കാണിച്ചതിന്റെ പേരിൽ ഒരു കേസില് കോടതിയിൽ വാദങ്ങൾ നടക്കും. പക്ഷേ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇടതുപക്ഷത്തിന്റെ ഒരു MLA നടത്തി, ഒരു ജനപ്രതിനിധി നടത്തി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇടതുപക്ഷ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങൾ കഴിഞ്ഞ തവണ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച സ്ഥാനാർത്ഥി ഈ പ്രദേശത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അങ്ങനെ ഒരാളെ അവതരിപ്പിച്ചതിൽ ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വരേണ്ടിയിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജനപ്രതിനിധികളെ ഇടതുപക്ഷവും കോൺഗ്രസും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പില് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യമുള്ളവരാണ്. ഈ പ്രദേശത്ത് നമ്മുടെ ശ്രീ കരമനജയനും പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധി എന്നുള്ള നിലയിൽ, അവിടുത്തെ ട്രസ്റ്റിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധി എന്നുള്ള നിലയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഇന്ന് പ്രശസ്തി ലോകം മുഴുവൻ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനുതകുന്ന വിധത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശ്രീ കരമനജയൻ വഹിക്കുന്ന പങ്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന ഭക്തരായിട്ടുള്ള ആളുകൾ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, ആ പൊതുപ്രവർത്തകന് ഈ നാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനുള്ള അവസരം നൽകിയാൽ ഇന്ന് നമ്മുടെ പ്രദേശം നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും അദ്ദേഹത്തിന്
സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങളിൽ ആർക്കും തന്നെ ഒരു സംശയം ഉണ്ടാക്കേണ്ടതില്ല.